കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ നാടക വേദിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ വർഷത്തെ നാടകങ്ങളെല്ലാം നല്ല നിലവാരം പുലർത്തുന്നതാണ്. കുട്ടികളുടെ അഭിനയമായാലും ശബ്ദ സൗന്ദര്യമായാലും മ്യൂസിക്, ആർട്ട് എന്നിവയിലെല്ലാം നല്ല നിലവാരം പുലർത്തുന്ന നാടകങ്ങളാണ്. എല്ലാ നാടകങ്ങളും ഒന്നിനൊന്ന് മിച്ചങ്ങളാണ്. ആ നാടക വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കലോത്സവ നാടകത്തിന് വേണ്ടി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ലഭിച്ചിട്ടുള്ളൂ. സത്യസന്ധമായിട്ടാണ് സത്യം. ഇന്ന് നമ്മളിത് ഇപ്പൊ പറയാൻ പറ്റുമെന്നറിയില്ല. ഇന്ന് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഈ കുട്ടികളും ഞാനും ചേർന്ന് ഈ നാടകം ചിട്ടപ്പെടുത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയായി ഈ നാടകത്തിന്റെ വർക്ക് ഫിനിഷ് ആവുമ്പോൾ. 2 മണിക്കാണ്, അത് കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ വന്ന് കളിക്കുന്നത്. അത്രത്തോളം ടെൻഷനിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ കളിച്ചത്. പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് സാറിന്റെ നാടകങ്ങളാണ് സംവിധാനം ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് സാറിന്റെ നാടകങ്ങളിലൂടെയാണ്. ഒരു മനോഹരമായ ഒരു രചന കൈ കിട്ടുകയും നല്ല കുറെ കുട്ടികളെ കിട്ടുകയും ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂട്ടായി ഇരുന്ന് ചർച്ച ചെയ്താണ് ഈ നാടകത്തിന്റെ ഓരോ മൊമെന്റും നമ്മൾ ചെയ്തെടുത്തത്. അത് എല്ലാവർക്കും ഇഷ്ടമായി എന്നും എല്ലാവരും അംഗീകരിച്ചു എന്നും അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു നാടകം ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നത് ആവണീശ്വരം APPM VHSലെ മാനേജർ ശ്രീ പത്മഗിരീഷ് സാറും ടീമുമാണ്. അവർക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി. അതുപോലെ ഞങ്ങളുടെ കൂടെ സഹകരിച്ച ഒരുപാട് പേരുണ്ട്. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഈ കുട്ടികളോടാണ്. സത്യം പറഞ്ഞാൽ നാടകം ഈ സംവിധായകന്റെ കലയാണ്. നാടകം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതൊരു നിമിത്തം മാത്രമാണ്. പിന്നെ ഇവിടെ സ്ക്രിപ്റ്റിനെ പറ്റി പറയുമ്പോൾ ഈ കറുപ്പ് എന്നുള്ളൊരു വിഷയം ചരിത്രത്തിൽ ഒരു കാലത്ത് കറുപ്പ് അവഗണിക്കപ്പെട്ടിരുന്നു, അതിനെ ചവിട്ടി തേച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും പലപ്പോഴും അത് ആവർത്തിക്കപ്പെടുന്നു. ഹെൻറിറ്റ ലാക്സ് എന്ന് പറയുന്ന ഈ നീഗ്രോ വനിത 1920 ജനിച്ച് 50 ചികിത്സ കിട്ടാതെ മരിച്ച ഒരു സ്ത്രീയാണ്. പക്ഷെ അവരുടെ കോശം ഇപ്പോഴും മരിക്കാതെ വിഭജിച്ചുകൊണ്ടിരിക്കുന്നു. ആ കോശമാണ് ഇന്നുള്ള എല്ലാ വാക്സിൻ നിർമ്മാണത്തിലും എല്ലാ മരുന്ന് നിർമ്മാണത്തിലും ആ കോശം ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ കറുത്തവളുടെ കോശം വെളുത്തവന്റെ ആയുസ്സും കൂടി നിലനിർത്താൻ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ നാടകത്തിൻ്റെ പ്രമേയപരമായ മേന്മ. പിന്നെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അഭിലാഷ് പരവൂര് എത്രയോ നാടകങ്ങൾ ഇതിനകം തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ശാസ്ത്ര നാടകങ്ങൾ ദേശീയ തലത്തിൽ കൊണ്ടുപോയിട്ടുള്ള ആളാണ്. സംസ്ഥാന തലത്തിൽ നിരവധി തവണ സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ്. പിന്നെ അഭിലാഷിന് പറ്റിയ ഒരു ടീമിനെ കിട്ടി. ഈ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും. ഇവര് കുരങ്ങാവണമെങ്കിൽ കുരങ്ങാവും, കറുത്തവരാകണമെന്നുണ്ടെങ്കിൽ കറുത്തവരാകും, വെളുത്തവരാകണമെന്നുണ്ടെങ്കിൽ വെളുത്തവരാകും. അങ്ങനെ പകർന്നാട്ടത്തിൻ്റെ യഥാർത്ഥ മാതൃകകളും അടയാളങ്ങളുമാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ. അവരെ അഭിലാഷിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വളരെ മനോഹരമാക്കി അഭിലാഷിന് അത് ചെയ്യാൻ കഴിഞ്ഞു. അതാണ് ഈ നാടകത്തിന് ഇവിടെ കിട്ടിയ പൊതുജന അംഗീകാരം. അത് നാടകം പ്രേമിയാണ്, നാടകം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഈ മിടുക്കരായ കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ടി ഗ്രീൻ റൂമിലോട്ട് കയറി വന്നതാണ്. എൻ്റെ പേര് വിനോദ് എന്നാണ്, ഞാനൊരു നാടകാസ്വാദകനാണ്. അപ്പോൾ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ കറുപ്പെന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നാടകത്തിൽ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഇതിനൊരു പ്രസക്തിയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇവർ ഒരുപാട് സംഗതികൾ, അതായത് ഈ പറഞ്ഞ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർ ഈ നാടകത്തിലൂടെ ഇവർക്ക് മെസ്സേജായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളത് വലിയൊരു കരുത്താണ്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, സംവിധാനത്തിൻ്റെ ഒരു മികവുണ്ട് എങ്കിൽ തന്നെയും ഒരു സംവിധായകന് വേണ്ടത് കുട്ടികളുടെ മനസ്സാണ്. ആ കുട്ടികളുടെ മനസ്സ് ഇവർ അഭിനയത്തിലുള്ള സംവിധാനം കൊടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവരെ അങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഒരു സംവിധാനം കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളെപ്പോലുള്ള ഈ കുട്ടികളെ, കുരുന്നുകളെ നിങ്ങൾ കിട്ടിയിട്ടുള്ളത്. അവര് ജീവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നാടകത്തില് നാടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വികാരം കൊണ്ട് സത്യം പറഞ്ഞാല് വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോയി. അപ്പോഴ് ആ ഒരു വികാരത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു വികാരം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിലെല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നിങ്ങൾ ഭാവിയിലെ താരങ്ങളാണ്. നിങ്ങൾ അതിലുപരി നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഒരിക്കലും കലയെ കൈവിടലും. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു സേവകമാണ്. നിലയ്ക്ക് ഈ നാടകം എഴുതിയ ആളെന്നുള്ള നിലയ്ക്ക് എന്നെ സന്തോഷിപ്പിക്കുന്നതും അത് തന്നെയാണ്. ആ സ്ക്രിപ്റ്റ് അതിന് നിമിത്തമായി എന്നുള്ളതേ ഉള്ളൂ. ഇത് പ്രൊഡ്യൂസ് ചെയ്ത ആവണീശ്വരം ഹൈസ്കൂളും ഇത് സംവിധാനം ചെയ്ത പിന്നെ അഭിലാഷ് പരവൂരും അതോടൊപ്പം തന്നെ ബോസ്, അങ്ങനെ കുറേ അധികം ആളുകൾ, സംവിധായകർ നമ്മളെ പലതരത്തിൽ സഹായിച്ചിട്ടുണ്ട്. അവരെ എല്ലാം ഈ സന്ദർഭത്തിൽ ബിനു കൊട്ടാരക്കര,
അങ്ങനെ പലരെയും എടുത്തു പറയേണ്ട ഒരു പേരാണ് ബിനു കൊട്ടാരക്കര. അതൊക്കെ തന്നെ ഈ നാടകത്തിന്റെ വിജയത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കുട്ടികൾ നമ്മുടെ കൂടെ രാവിലെ 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എത്തും. കാരണം 10ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ ഉണ്ട്. അപ്പൊ അവരവരെ ക്ലാസ് ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് ഉള്ള സമയം പരമാവധി അവർ നമ്മളോടൊപ്പം കഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഒരുപാട് അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ അധ്വാനമുണ്ട്. അത് അംഗീകരിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. സ്കൂളിന്റെ പേര് APPM VHSS ആവണീശ്വരം, പുനലൂർ സബ് ജില്ലയിലുള്ള സ്കൂളാണ്. ശ്രീ പത്മഗിരീഷ് സാറാണ് അതിന്റെ മാനേജര്. നാടകം എഴുതിയത് പ്രദീപ് കണ്ണങ്കോട് സാറാണ്. നിരവധി തവണ ശാസ്ത്ര നാടകരചനയ്ക്ക് ദേശീയ അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ്. ദേശീയ അധ്യാപക അവാർഡ് ലഭിച്ചതാണ്. എന്റെ ഗുരുസ്ഥാനീയനാണ്. അതുപോലെ തന്നെ സംവിധാനം ചെയ്തത് ഞാനാണ്. എന്റെ പേര് അഭിലാഷ് പരവൂർ എന്നാണ്. റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിൽ നിന്നും നാടക വിശേഷമായി ആർട്സ് ടീം മീഡിയ കമ്പനി നിങ്ങൾക്കൊപ്പം.